അൻവർ തൃണമൂലിൽ ചേർന്നാൽ സംഘടന തൃണമൂലിൽ ലയിക്കുമെന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള കോർഡിനേറ്റർ VS മനോജ് കുമാർ. അൻവർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും DMK അംഗീകരിക്കും. മത്സരിക്കുന്ന കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും മനോജ് കുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. PV അൻവർ MLA അല്പസമയത്തിനുള്ളിൽ രാജിവെക്കും. PV അൻവറിൻ്റെ ഈ സംഘടനയായ DMKയുടെ സംസ്ഥാന കോർഡിനേറ്റർ VS മനോജ് കുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കാൻ, PV അൻവർ രാജിവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? അക്കാര്യം വ്യക്തമാക്കേണ്ട ശ്രീ PV അൻവറാണ്. ഏതാണെങ്കിലും രാവിലെ 9 മണിക്ക് അദ്ദേഹം സ്പീക്കറെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. സ്പീക്കറെ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ അദ്ദേഹം രൂപീകരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന മൂവ്മെൻറ്റ് ശ്രീ PV അൻവർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പമാണ്. അതായത് ഇനി ആ സംഘടന പൂർണ്ണമായിട്ട് പിരിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കും. ശ്രീ PV അൻവർ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ നീങ്ങുന്ന സാഹചര്യത്തിൽ ശ്രീ PV അൻവർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്താണോ ആ തീരുമാനത്തിനൊപ്പമായിരിക്കും DMK പ്രവർത്തകർ. ഈ സ്വാഭാവികമായിട്ടും അദ്ദേഹം നിങ്ങളൊക്കെ ആയിട്ട് പ്രധാന നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഈ തൃണമൂലം ആയിട്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ DMK എന്ന് പറഞ്ഞ നിലനിൽക്കുകയും തൃണമൂൽ രണ്ടും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്നല്ല ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായും ശ്രീ PV അൻവർ രൂപീകരിച്ച മൂവ്മെൻറ്റാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള. അത് തമിഴ്നാട്ടിലെ DMK ആയിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഇതൊരു സോഷ്യൽ മൂവ്മെൻറ്റാണ്. ഈ സോഷ്യൽ മൂവ്മെൻറ്റ് ശ്രീ PV അൻവറിൻ്റെ രാഷ്ട്രീയമായി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി മാത്രം രൂപീകരിച്ച ഒന്നാണ്. തീർച്ചയായും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ചേർന്നാൽ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന ആ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ പ്രസക്തിയും അതോടെ ഇല്ലാതാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറ്റാരെങ്കിലും അത് രൂപീകരിക്കുന്നുണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ഞാൻ സംസ്ഥാന കോർഡിനേറ്ററാണ്. ശ്രീ PV അൻവറിനൊപ്പമാണ്. അദ്ദേഹം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്താണോ ആ നിലപാടിനൊപ്പമായിരിക്കും.